അപ്പം നമ്മൾ ഇന്ന് അച്ചിയുടെ മുടി വെട്ടാൻ പോവാണ്. ഇത് 2 പ്രാവശ്യം നമ്മൾ മുടി കളഞ്ഞിട്ടുണ്ടായിരുന്നു, മുട്ട അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം മുട്ട അടിക്കുകയല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ തന്നെ ഒരു ഷേപ്പിലാക്കാൻ നോക്കാം. നമുക്ക് എങ്ങനെ ആവുമെന്നൊന്നും അറിഞ്ഞൂടാ, ലാസ്റ്റ് വരെ നമുക്ക് നോക്കാം. അങ്ങനെ അസിയുടെ ഫ്രണ്ടിലത്തെ മുടി നല്ലതുപോലെ ചീകി റെഡിയാക്കി എൻ്റെ അനിയൻ വെക്കുന്നുണ്ട്. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒന്നൊരു പിടിയില്ലാതെ അസി അവിടെ ഇരിപ്പുണ്ട്. എന്താ എല്ലാവരും കൂടെ എന്നെ ചെയ്യാൻ പോകുന്നതെന്നുള്ള നോട്ടമായിരുന്നു അവൻ്റെത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാൽ സൈഡ് മാത്രം എടുക്കാനാണ്. ഒരു അപ്പാച്ചി മോഡൽ വെട്ടാമെന്നാണ് വെച്ചത്. ആദ്യമായിട്ടാണ് അവന് വീട്ടിൽ വെട്ടുന്നത്. കാരണം പുറത്തുനിന്ന് ആളെ വിളിച്ചാൽ അവൻ ഇരുന്ന് തരത്തില്ല. ഇതാകുമ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പതുക്കനെ സമയമെടുത്ത് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ വെട്ടാമെന്ന് നോക്കി, പക്ഷെ ആദ്യം അവൻ നിന്ന് തന്നില്ല. അങ്ങനെ പിന്നെ ഉടുപ്പൊക്കെ ഊരി മാറ്റി. കാരണം മുടിയെല്ലാം പിന്നെ ഉടുപ്പിലായ പിന്നെ പോകാൻ പാടല്ലേ. അങ്ങനെ പിന്നെ അതൊക്കെ മാറ്റിയതിന് ശേഷം ബാക്കി ഞാനും വാപ്പായും അനിയനും എല്ലാവരും കൂടെ ശ്രമിച്ചിട്ടാണ് അവന് മുടി വെട്ടലൊന്ന് നടത്തിയത്. ഇത് ഒരുവിധം എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരുവിധം അവനും വെട്ടി, പിന്നെ ബാക്കി ഞാനും കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ നടക്കുന്നില്ല, എന്നെ കൊണ്ട് പറ്റാത്ത പണിയാണ്. അങ്ങനെ പിന്നെ എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് മാത്രം. അങ്ങനെ അവൻ്റെ സൈഡും കാര്യങ്ങളും ഒക്കെ എടുത്ത്, പിന്നെ ചെവിയുടെ മടക്കൊക്കെ ആയിരുന്നു. ഒരുവിധം അവന് നിന്ന് തരത്തില്ല. നിന്നിരുന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലയിട്ട് വെട്ടിക്കുകയാണ് മെയിൻ പ്രശ്നം. എന്താ അവൻ്റെ തലയിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവൻ കരച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അവനിങ്ങനെ എന്താ തലയിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ തിരിഞ്ഞും മറിഞ്ഞൊന്നും നോക്കുന്നതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പാവമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ബാക്കിലത്തേക്ക് വെട്ടി ഒരുവിധം സെറ്റാക്കി എടുത്ത് അങ്ങനെ ഒരുവിധം വൃത്തിയായി അവനെ. അങ്ങനെ അസിയെ കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് ഫൈനൽ ലുക്ക്. മേളത്തിയൊന്നും നമ്മൾ എടുക്കാൻ നിന്നില്ല, സൈഡ് മാത്രം ഒന്നും എടുത്തതാണ്. എപ്പോഴും അങ്ങ് നമ്മൾ മുട്ട അടിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വൃത്തിയായിടല്ലേ, ഇപ്പോൾ കുഞ്ഞും കൂടെ അല്ലേ. അങ്ങനെ എന്തായാലും മുട്ട അടിച്ചാലും നമ്മൾ എത്ര വരാനുള്ള മുടി എന്തായാലും വരികയും ചെയ്യും. അതുകൊണ്ട് കണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് ആവേണ്ടത്. കൊള്ളാവോ? ഇതാണ് ഞങ്ങളുടെ അസിക്കുട്ടൻ. ഈ ലുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.